എല്ലാവർക്കും നമസ്കാരം. നമ്മളിവിടെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ 2 ദിവസമായിട്ട് കേരളത്തില് കോവിഡ് എന്നുള്ളത് വിട്ട് സിക്ക എന്ന് പറയുന്ന ഒരു അസുഖത്തിനെ പറ്റിയിട്ടാണ് ഇപ്പൊ നമ്മൾ കൂടുതലും ചർച്ച ചെയ്യുന്നതും അല്ലെങ്കിൽ ആൾക്കാർ സംസാരിക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് സിക്ക വൈറൽ ഡിസീസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ പറ്റിയും അതിന്റെ രോഗലക്ഷണങ്ങളെ പറ്റിയും എങ്ങനെയാണ് സർവൈലൻസ് നടത്തേണ്ടത് എന്നതിനെ പറ്റിയിട്ടും വിശദമായ ഒരു ക്ലാസ് ഇന്നലെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ തുടർച്ച എന്നോണം സിക്ക വൈറസിൽ മാത്രം ഊന്നിക്കൊണ്ടല്ല, മറിച്ച് ഇന്റഗ്രേറ്റഡ് വെക്ടർ മാനേജ്മെന്റ് IVM പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ എന്തൊക്കെയാണ്, പ്രത്യേകിച്ചും ഇതൊരു മഴക്കാല കാലഘട്ടം കൂടെയാണ്, നമ്മൾ വെക്ടർ മാനേജ്മെന്റ് എന്ന് പറയുന്നതിന്റെ ഒരു പ്രസക്തിയും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നും നമുക്ക് പ്രാക്ടിക്കലായിട്ട് ഏത് രീതിയിലാണ് പ്രൊസീഡ് ചെയ്യുന്നത് എന്നതും സംബന്ധിച്ച ഒരു സെഷനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. അതിൽ തന്നെ ഇതിൽ പറയുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ വർഷങ്ങളായിട്ട് നിങ്ങൾ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പ്രാക്ടിക്കലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതൊരു സോർട്ട് ഓഫ് ഒരു റിഫ്രഷർ ട്രെയിനിങ് കൂടെയാണ്. കാരണം പുതുതായി കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് പറയാനുണ്ടാവില്ല, എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിൽ ചിലപ്പോൾ ചില പോയിന്റുകളോ വിട്ടുപോയിട്ടുണ്ടാവും എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. സംയോജിത വെക്ടർ നിയന്ത്രണം അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് വെക്ടർ മാനേജ്മെന്റ് എന്ന അതിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നതെങ്കിൽ ആ ഒരു ടോപ്പിക്കിലേക്ക് ഒരു ഇൻട്രഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ പൊതുജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു ഇന്റഗ്രേറ്റഡ് വെക്ടർ മാനേജ്മെന്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഹെൽത്ത് കെയർ സ്റ്റാഫ് മാത്രമല്ല ഉള്ളത്. അപ്പൊ അതിൽ പല വിവരങ്ങളും പൊതുജനങ്ങളോട് നമുക്ക് പങ്കുവെക്കേണ്ടി വരും, അവരെയും കൂടെ ബോധവൽക്കരിക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട് ചെറുതായിട്ടൊന്ന് ഫീവർ റിലേറ്റഡ് ആയിട്ട് തുടങ്ങിക്കൊണ്ട് ഞാൻ IVM എന്ന് പറയുന്ന ഫീവർ എന്ന് പറയുന്നത് ഒരു പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു അസുഖമല്ല. ലക്ഷണങ്ങളൊന്നും കഴിക്കാതെ വീട്ടിൽ ഇരിക്കുന്നത് കൊണ്ട് മാത്രം അസുഖം മാറും, അങ്ങനെയുള്ള പല വളരെയധികം തെറ്റിദ്ധാരണകൾ ഉള്ള ഒരു കാര്യം കൂടെയാണ്. കുറെ അധികം അസുഖങ്ങൾ കാരണവും നമുക്ക് ഫീവർ ഉണ്ടാകാം. ഇപ്പൊ നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമായ കോവിഡിലും ഫീവർ ഉണ്ടാകാം. അപ്പോൾ ഇതിനെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് പൊതുജനങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാത്ത രീതിയിൽ വേണം നമ്മൾ അവർക്ക് അഡ്വൈസുകൾ പലതും പറഞ്ഞു കൊടുക്കേണ്ടത്. സാധാരണഗതിയിൽ ഫീവറിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടൊന്നും ഞാൻ കൂടുതൽ പറഞ്ഞു പോകുന്നില്ല. അതൊരു കംപ്ലീഷൻ സേക്കിന് നിങ്ങളുടെ ഒരു ട്രെയിനിങ് പർപ്പസിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രസന്റേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നന്നായി ഹൈഡ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യുകയും ഏറ്റവും നമുക്ക് അത്യാവശ്യം വേണ്ട രീതിയിലുള്ള ആഹാരങ്ങൾ, നമുക്ക് ദഹിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ആഹാരങ്ങൾ കഴിച്ച സമയത്ത് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. മാത്രമല്ല പൂർണ്ണമായും റെസ്റ്റ് എടുക്കുക എന്നതും വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. കാരണം സ്ട്രെയിനസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കഠിനമായിട്ടുള്ള ജോലികളോ അല്ലെങ്കിൽ മറ്റു പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ ഇൻവോൾവ് ചെയ്യാതിരിക്കാൻ കഴിവതും ശ്രദ്ധിക്കുക. ഇനി ഫീവറിന്റെ തന്നെ ഫീവർ റിലേറ്റഡ് ആയിട്ട് വരുന്ന ആ സമയത്തുണ്ടാകുന്ന ചില രോഗലക്ഷണങ്ങൾ വളരെ നമ്മൾ കുറച്ചുകൂടെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്യേണ്ട ചില രോഗലക്ഷണങ്ങളുണ്ട്. അത് പനി വീട്ടിൽ തന്നെ ഇരിക്കുന്ന അവസരത്തിൽ പനി മൂർച്ഛിക്കുകയോ അല്ലെങ്കിൽ ശരീരത്തിൽ ചില പാടുകൾ വരികയോ ചെയ്യുമ്പോൾ, പാടുകൾ വരിക എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇന്നലത്തെ ട്രെയിനിങ് കൂടെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവും. പല അസുഖങ്ങളിൽ ഇപ്പോ ഔട്ട്ബ്രേക്ക്, ഇപ്പൊ ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട് മാത്രം എടുക്കുകയാണെങ്കിൽ പോലും തിരുവനന്തപുരം ജില്ലയിൽ നടക്കുന്ന 3 ഔട്ട്ബ്രേക്കുകളുണ്ട്. ചിക്കൻ ഗുനിയ ഔട്ട്ബ്രേക്ക് ആണെങ്കിലും ഡെങ്കിയിലാണെങ്കിലും സിക്കയിലാണെങ്കിലും ശരീരത്തിൽ ഇത് കണക്ക് ചെറിയ പാടുകൾ പോലെയൊക്കെ വരാം. ഇനി രക്തസ്രാവം, മഞ്ഞപ്പിത്തം, അതുപോലെ മൂത്രത്തിന്റെ അളവ് കുറയുക, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട്, പെരുമാറ്റത്തിൽ വ്യതിയാനം, കുറച്ച് ഡിസോറിയന്റഡ് ആവുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചേരാനായി ശ്രമിക്കുക. പിന്നെ ഇത്തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള പനി ഉണ്ടെങ്കിലും ആരോഗ്യ വകുപ്പിന്റെ, കേരള സർക്കാരിന്റെ ഇ-സഞ്ജീവനി എന്ന് പറയുന്ന സംവിധാനം കഴിവതും ഉപയോഗിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. അത് നമ്മൾ തന്നെ പബ്ലിസൈസ് ചെയ്ത് ആൾക്കാരെ കൊണ്ട് യൂട്ടിലൈസേഷൻ കുറെ കൂടെ വർദ്ധിപ്പിക്കേണ്ട ഒരു സൗകര്യം കൂടെയാണ്. ഇനി നമ്മൾ ആ ഒരു ടോപ്പിക്കിലേക്ക് വരികയാണെങ്കിൽ, പനി എന്നതിൽ തുടങ്ങി
കൊതുകുജന്യ രോഗങ്ങളിലൂടെ ആണ് ഞാൻ ഇന്റഗ്രേറ്റഡ് വെക്ടർ മാനേജ്മെന്റിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ കൊതുകുജന്യ രോഗങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, മലമ്പനി, മന്ത്, ജപ്പാൻ ചുരം, നമ്മുടെ അതിന്റെ റഡാറിൽ ഇപ്പൊ ഒരെണ്ണം കൂടെ നമ്മൾ കേട്ടിട്ടുണ്ട് കേരളത്തിന്റെ കാര്യത്തിലാണെങ്കിൽ, സിക്ക. ഇതിൽ ഈഡിസ് കൊതുകുകൾ വഴി പകരുന്ന രോഗബാധകളാണ് ഡെങ്കി, ചിക്കൻ ഗുനിയ, അതുപോലെ സിക്ക എന്ന് പറയുന്നത്. ഇതിലെ രോഗലക്ഷണങ്ങൾ ഒന്നും വിശദീകരിച്ച് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം 2 ദിവസമായി നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങളാണ്. എല്ലാ കോമണായി കാണുന്ന കാര്യം ഫീവർ ആണ്. ഫീവറും അതോടൊപ്പം തന്നെ കേരളത്തിന്റെ ഒരു പ്രസക്തി, കേരളത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒന്ന് മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിന്റെ ഏജ് കുറച്ചുകൂടെ കൂടിയ ഒരു സംസ്ഥാനമാണ്. എന്ന് പറഞ്ഞാൽ കുറെ കൂടുതൽ എൽഡർലി പോപ്പുലേഷൻ കുറച്ച് കൂടുതലുള്ള, 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ ഏകദേശം 20% ഉള്ള ഒരു സംസ്ഥാനമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന രോഗങ്ങളെല്ലാം വന്നാൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ആൾക്കാരും കുറച്ച് കൂടുതൽ കേരളത്തിലാണ്. അപ്പൊ അതുകൊണ്ടും നമ്മൾ കുറച്ചുകൂടെ പ്രാധാന്യം ഈ പറയുന്ന ഡെങ്കിപ്പനിക്കാണെങ്കിലും ഒക്കെ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. കോംപ്ലിക്കേഷൻസ് കൂടുതൽ വരാൻ സാധ്യത ഉള്ളത് കൊണ്ട്. അതുകൊണ്ട് തന്നെ ഒരു റെഡ് ഫ്ലാഗ് സൈൻസ് അല്ലെങ്കിൽ വാർണിംഗ് സൈൻസ് എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായി ആൾക്കാരുടെ ഇടയിൽ ബോധവൽക്കരണം കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഡെങ്കിപ്പനിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഛർദി, വയറുവേദന, അതുപോലെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്തു നിന്നുണ്ടാകുന്ന രക്തസ്രവം, ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന മലം പോകുന്നതിൽ കറുത്ത നിറം, പെട്ടെന്ന് ശ്വാസം മുട്ടലുണ്ടാകുക, ശരീരം ചുവന്നു തടിക്കുക, രക്തസമ്മർദ്ദം കുറച്ച് കുറഞ്ഞതായി കാണുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ഇതിന്റെ അപകട സൂചനകൾ അല്ലെങ്കിൽ അപായ സൂചനകളാകാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ മുൻകൂട്ടി കണ്ട് അല്ലെങ്കിൽ ആൾക്കാരുടെ ഇടയിൽ, പൊതുജനങ്ങളുടെ ഇടയിൽ ഇത് സംബന്ധിച്ചുള്ള വ്യക്തമായ ബോധവൽക്കരണം നൽകേണ്ടത് വളരെ പ്രധാനമാണ്. ഈ പറയുന്ന അവസരത്തിൽ നമ്മൾ പാരസെറ്റമോൾ ഒഴിച്ചിട്ടുള്ള മരുന്നുകൾ കഴിവതും ഒഴിവാക്കുന്നതും വളരെ പ്രധാനമാണ്. ആസ്പിരിൻ, ഇബുപ്രൂഫൻ അങ്ങനെയുള്ള മരുന്നുകൾ ഒഴിവാക്കണം. പകൽ സമയത്ത് വിശ്രമിക്കുന്നതും ഉറങ്ങുന്നതുമൊക്കെ കൊതുക് വലയ്ക്കുള്ളിൽ ആയിരിക്കണം എന്നതും വളരെ പ്രധാനമാണ്. കാരണം ഇപ്പോൾ നമുക്ക് ചുറ്റുപാടുമൊക്കെ കൊതുകുകൾ വളരെ അധികം ഒരു മൺസൂൺ നടക്കുകയാണ്, അല്ലെങ്കിൽ മഴ കാര്യമായി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് കൊതുകുകളുടെ അളവും നമുക്ക് കൊതുകടിയും ഒക്കെ വളരെ കൂടുതലായിട്ട് പറയപ്പെടുന്ന ഒരു കാലഘട്ടം കൂടെയാണ്. ഇനി ഞാൻ ഈ പറഞ്ഞ അസുഖങ്ങൾ, പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്ത അസുഖങ്ങൾ എന്ന് പറയുന്നത് ഡെങ്കി, ചിക്കൻ ഗുനിയ, സിക്കയെ പറ്റിയിട്ടൊന്നും ഞാൻ കൂടുതൽ പറഞ്ഞിട്ടില്ല, ക്ലാസ് ഓൾറെഡി തന്നെ വന്നിട്ടുള്ളതായതുകൊണ്ട്. അപ്പൊ ഇതെല്ലാം പകർത്തുന്ന കൊതുകുകളെ കുറിച്ചുകൂടി കുറച്ചൊന്ന് പരിചയപ്പെട്ടു പോകുന്നത് പ്രധാനമാണ്. കൊതുകുകളെ പറ്റി പരിചയപ്പെടണം എന്ന് പറയുമ്പോൾ ഇതെവിടെയാണ് ഇത്തരത്തിൽ ഓരോ തരത്തിലുള്ള കൊതുകുകളും പെരുകുന്നത്. അപ്പോൾ അതറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിന്റെ കൺട്രോൾ മെഷേഴ്സ് സ്വീകരിക്കാൻ പറ്റുള്ളൂ. അത് സാധാരണഗതിയിൽ എപ്പോഴൊക്കെയാണ് നമുക്ക് ഓരോ കൊതുകുകളും, നമ്മൾ സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കൊതുക് കടിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഓരോ അസുഖങ്ങൾ ഉണ്ടാക്കുന്ന കൊതുകുകളും കടിക്കുന്ന സമയത്തിനും അല്ലെങ്കിൽ അങ്ങനത്തെ ചില വ്യത്യാസങ്ങളെല്ലാം എല്ലാത്തിനും ഉണ്ട്. അപ്പൊ അതിനെപ്പറ്റിയിട്ട് കൂടെ ഒന്ന് വിശദീകരിച്ച് മുന്നോട്ട് പോകാം. പെനോഫിലസ് ക്വിലിസിഫേഷ്യസ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന കൊതുകുകളാണെങ്കിൽ സാധാരണ മഴവെള്ളം കൊണ്ട് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും അല്ലെങ്കിൽ നെൽവയലുകൾ, കിണറുകൾ, അങ്ങനെയുള്ള മൺസൂൺ മഴയെ തുടർന്നാണ് ഇത് വളരെ കൂടുതലായിട്ട് കാണാറുള്ളത്. സാധാരണഗതിയിൽ എന്താ പറയാ, ഒരു രാത്രി മുതൽ തുടങ്ങി ഏകദേശം ഒരു 7 മണി മുതൽ 4 മണി വരെ എന്നുള്ള രീതിയിലാണ് അത് തുടർച്ചയായി കടിക്കുക എന്നുള്ള ഒരു സ്വഭാവമുള്ള ഒരു കൊതുകാണ്. ഇനി ഇതിന്റെ തന്നെ ഏകദേശം 1 മുതൽ 3 കിലോമീറ്റർ വരെ ഇതിന് ട്രാവൽ റേഞ്ച് ഉണ്ട്, ഫ്ലൈറ്റ് റേഞ്ച് ഉണ്ട്. അത് വളരെ പ്രധാനമാണ്. കാരണം ഏതെങ്കിലും ഒരു അസുഖം ഒരു സ്ഥലത്ത് നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ അതിന് എത്ര ചുറ്റുപാടും നമുക്ക് കൺട്രോൾ മെഷേഴ്സ് എടുക്കേണ്ടി വരും. ഏറ്റവും ലാസ്റ്റ് കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന് എത്ര ചുറ്റുപാടും കൂടെ കൊതുകിന് പോകാൻ പറ്റും എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് ആ ഫ്ലൈറ്റ് റേഞ്ച് പറയുന്നത്. കാരണം ഈഡിസിന്റെ കാര്യം എടുത്താൽ അത് ഏകദേശം ഒരു അതിന്റെ ആ ഒരു
ഏരിയ കുറവാണ്. അതുകൊണ്ട് പുലിസിഫേഷ്യസിനെ കമ്പയർ ചെയ്യുമ്പോൾ. ഇനി ഇത്തരത്തിലുള്ള മറ്റൊരു കൊതുകാണ് അനോഫിലസ് ഫ്ലൂവിയറ്റാലിസ് എന്ന് പറയുന്നത്. ഇതാണെങ്കിൽ സാധാരണ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് സാവധാനത്തിൽ ഒഴുകുന്ന അരുവികളിലും സീപ്പേജുകളിലും ഒക്കെയാണ്, ആഴം കുഴഞ്ഞ കിണറുകളിൽ നിന്നുമൊക്കെ ഇത് കണ്ടെത്തിയിട്ടുണ്ട്. മനുഷ്യവാസമുള്ള സ്ഥലങ്ങളിലും കന്നുകാലി ഷെഡുകളിലും ഒക്കെയാണ് കൂടുതലായിട്ട് ഇത് കാണാറുള്ളത്. സാധാരണയായിട്ട് രാത്രി തന്നെയാണ് ഇതും കൂടുതലായിട്ട് കടിക്കുന്നത്. ഒരു 9 to 11 ആണ് അതിന്റെ ടൈം പറയുന്നത്. ഇനി നമ്മുടെ ഏറ്റവും വലിയ വില്ലൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുന്ന കൊതുക് എന്ന് പറയുന്നത് ഈഡിസ് ഈജിപ്ഷ്യയാണ്. ഈഡിസ് ഈജിപ്ഷ്യ കാരണമാണ് നമുക്ക് ഡെങ്കിപ്പനി ആണെങ്കിലും അതുപോലെ സിക്ക ആണെങ്കിലും ഒക്കെ ചിക്കൻ ഗുനിയയിലെല്ലാം നമ്മൾ പറയുന്ന കൊതുക് എന്ന് പറയുന്നത് ഈഡിസ് ആണ്. ഈഡിസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങളെല്ലാവരും വീണ്ടും പറഞ്ഞു കേട്ട് തഴമ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. മനുഷ്യനിർമ്മിതമായിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഈഡിസ് അതിന്റെ പ്രജനനം നടത്തുന്നത്, അല്ലെങ്കിൽ അതിന്റെ മുട്ടയിടുന്നതും അത് പുതിയ കൊതുകുകൾ ഉണ്ടാകുന്നതും എല്ലാം ആ സ്ഥലങ്ങളിലാണ്. അത് ജലസംഭരണ പാത്രങ്ങളാകാം, അല്ലെങ്കിൽ കെട്ടിടത്തിന്റെ ചില ഇപ്പൊ വെള്ളം കിട്ടാത്ത സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ പല സ്ഥലങ്ങളിലും ഡെങ്കു ഔട്ട്ബ്രേക്ക് സാധാരണ നമ്മൾ കാണാറുള്ളത് കുടിവെള്ളം കാര്യമായിട്ട് കിട്ടാത്തത് കൊണ്ട് വെള്ളം ശേഖരിച്ച് വെക്കുന്ന പാത്രങ്ങളിലും ഒക്കെ ഈ കൊതുകുകൾ വന്ന് മുട്ടയിടാറുണ്ട്. മാത്രമല്ല ഈഡിസിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിന് അധികം വെള്ളമൊന്നും ഈഡിസിന്റെ മുട്ടകൾക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ വേണ്ടി അധികം വെള്ളമൊന്നും ആവശ്യമില്ല, അല്ലെങ്കിൽ ഈർപ്പം ആവശ്യമില്ല. അപ്പോ ഒരാഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഡ്രൈ ഡേ നടത്തി എല്ലാ പാത്രങ്ങളും നന്നായി കഴുകി വെക്കുമ്പോൾ പോലും ഈ പാത്രങ്ങളുടെ ഉൾവശവും വളരെ കൃത്യമായി ഉരച്ചു വൃത്തിയാക്കി കഴുകി വെക്കണമെന്ന് പറയുന്നതിന്റെ ഒരു ഉദ്ദേശവും അത് തന്നെയാണ്. ഒരു തരത്തിലും ഈ പറയുന്ന ഈഡിസിനാണെങ്കിലും 1 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ വേണമെങ്കിലും, അല്ലെങ്കിൽ 1 കൊല്ലം അതിനകത്ത് ഈർപ്പമില്ലെങ്കിൽ പോലും അതിന് വീണ്ടും ഉണ്ടായി വരാനുള്ള ഒരു ശേഷിയുള്ള കൊതുകും കൂടെയാണ്. ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചു വേണം ഈഡിസിന്റെ കൺട്രോൾ മെഷേഴ്സ് നമുക്ക് എടുക്കാനായിട്ട്. ഇനി നിങ്ങൾ ചിത്രത്തിൽ കാണുന്ന പോലെ ഈഡിസ് കൊതുകിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ അതിന്റെ ശരീരത്തിൽ കാണുന്ന ചില പൊട്ടുകൾ പോലെ കാണുന്ന ഇതാണ്. അപ്പോ കുറച്ചുകൂടെ ചെറിയൊരു കൊതുകാണ് മറ്റ് അനോഫിലസ് ആയിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ. ഇനി ഇതെവിടെയാണ് ഇതിന്റെ സാധാരണ കടിക്കാത്ത സമയങ്ങളിൽ ഇത് റെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് എവിടെയാണ് ഉണ്ടാകുക എന്ന് ചോദിച്ചാൽ വീടിന്റെ ഇരുണ്ട കോണുകളിൽ, അല്ലെങ്കിൽ വസ്ത്രങ്ങൾ, കുടകൾ, ഷെൽഫുകള്, അങ്ങനെയുള്ള ഏരിയയിലൊക്കെയാണ് ഇത് പോയി റെസ്റ്റ് ചെയ്യുക. അതിനുശേഷം അതിന് ഫീഡ് ചെയ്യേണ്ട സമയമാവുമ്പോൾ, അല്ലെങ്കിൽ കൊതു കടിക്കുക എന്ന് പറയുന്ന സമയങ്ങളിൽ മാത്രമേ ഇത് വന്ന് കടിക്കാറുള്ളൂ. ഏകദേശം 4 ആഴ്ച വരെയാണ് ഈഡിസ് കൊതുകുകളുടെ ആയുസ് എന്ന് പറയുന്നത്. ഇത് ഈഡിസ് ആൽബോപിക്ടസ്, ഈഡിസ് ഈജിപ്ഷ്യയുടെ അതേപോലെ ഈഡിസിന്റെ ഗണത്തിൽപ്പെട്ട ഡെങ്കിയും ചിക്കൻ ഗുനിയയും ഒക്കെ പരത്താൻ പറ്റുന്ന ഒരു കൊതുകാണ് ഈഡിസ് ആൽബോപിക്ടസ് എന്ന് പറയുന്നത്. പക്ഷെ ഇതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്, ഈഡിസ് ആൽബോപിക്ടസ് കൂടുതലും വൃക്ഷദ്വാരങ്ങളിലും റബ്ബർ തോട്ടങ്ങളിൽ, പൈനാപ്പിൾ അങ്ങനെയുള്ള മരങ്ങളുമായിട്ടും ചെടികളുമായും ബന്ധപ്പെട്ട സ്ഥലങ്ങളിലാണ് ഇത് കൂടുതൽ കാണുക. ഇതിന്റെ ഒരു റെസ്റ്റിംഗ് പ്ലേസ് എന്ന് പറയുന്നതും ഇത്തരം പ്രദേശങ്ങൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈഡിസ് ആൽബോപിക്ടസിനെ നമുക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ ഈ സ്ഥലങ്ങള്, അതായത് കുറ്റിച്ചെടികളും മറ്റ് കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ വൃത്തിയാക്കേണ്ടത് ഈ ഒരു പ്രത്യേകത കൊണ്ടാണ്. നമ്മൾ ഈഡിസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പാത്രങ്ങൾ മറച്ചു വെക്കുകയും അല്ലെങ്കിൽ കണ്ടെയ്നേഴ്സ് മാറ്റുകയും ഒക്കെ ചെയ്താൽ പോരെ എന്ന് പറയുമ്പോൾ, എന്തുകൊണ്ടാണ് ഈ കുറ്റിച്ചെടികൾ മാറ്റേണ്ടതും എന്നുള്ളതിന്റെ പ്രസക്തി എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പൊ ഇതും ഈഡിസ് എന്ന് പറയുന്ന ഈഡിസ് ഗണത്തിൽപ്പെട്ട 2 കൊതുകുകളും ഡേ ബൈറ്റേഴ്സ് ആണ്. അതായത് രാവിലെ മാത്രമേ ഇത് കടിക്കാറുള്ളൂ, മറ്റു സമയങ്ങളിലൊന്നും തന്നെ അത് കടിക്കാറില്ല. മറ്റ് അനോഫിലസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് കൂടുതലും രാത്രി, വൈകുന്നേരത്തിന് ശേഷമൊക്കെ ആണെങ്കിൽ ഈഡിസിന്റെ കൊതുകുകളെല്ലാം തന്നെ ഡേ ബൈറ്റേഴ്സ് ആണ്. പിന്നെ ഇതിന്റെ പ്രജനനം നടത്താൻ ഇഷ്ടപ്പെടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൃക്ഷദ്വാരങ്ങള്, അതുപോലെ തേങ്ങയുടെയും ചിരട്ടയുടെയൊക്കെ ഷെല്ലുകള്, മറ്റ് റബ്ബർ തോട്ടങ്ങളില്, പൈനാപ്പിൾ തോട്ടങ്ങളിലൊക്കെയാണ് അത് കൂടുതലായിട്ട് കാണാറുള്ളത്.
അപ്പൊ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വന്നതിന്റെ പ്രധാനം, നമ്മൾ ഇന്റഗ്രേറ്റഡ് വെക്ടർ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ് എന്ന് നമ്മൾ മനസ്സിൽ കാണുമ്പോൾ വെക്ടർ കൺട്രോളിനെ പറ്റി മാത്രം നമ്മൾ സംസാരിച്ചാൽ പോരെ എന്ന് ചിലരെങ്കിലും ചിലപ്പോൾ കരുതിയിട്ടുണ്ടാകാം. ഇന്റഗ്രേറ്റഡ് വെക്ടർ മാനേജ്മെന്റ് എന്ന് പറയുന്നതിൽ നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ പൊതുജനങ്ങളോട് വ്യക്തമായ അവബോധം കൊടുക്കുന്നതിനോടൊപ്പം നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനങ്ങളെയും നിയമങ്ങളെയും ശക്തിപ്പെടുത്തുന്നതോടൊപ്പം കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തുന്നതിനോടൊപ്പം ഇതിനെല്ലാം ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ ഇതെല്ലാം ഉപയോഗപ്പെടുത്തുന്നതോടൊപ്പം തന്നെ വെക്ടർ കൺട്രോൾ മെഷേഴ്സ് എടുക്കുക എന്നതാണ് ഇന്റഗ്രേറ്റഡ് വെക്ടർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ തുടക്കത്തിൽ കുറച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളിലൂടെ കടന്നുപോയത്. ഇന്റഗ്രേറ്റഡ് വെക്ടർ മാനേജ്മെന്റ് എന്ന് പറയുന്നതിന്റെ അടിസ്ഥാന ആശയങ്ങൾ എന്ന് പറയുന്നത് അതിനകത്ത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒരു പ്രദേശത്ത് സാധാരണ നമ്മളൊരു PHCയുടെയോ CHCയുടെയോ കാര്യം എടുത്താൽ ആ സ്ഥലത്ത് സാധാരണമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കൊതുകുജന്യ രോഗങ്ങൾ എന്തൊക്കെയാണ്, അത് ഏതൊക്കെ കൊതുകുകളാണ് അവിടെ അല്ലെങ്കിൽ ഈ അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത്, ഏതൊക്കെ കൊതുകുകളെയാണ് മുമ്പ് കണ്ടെത്തിയിട്ടുള്ളത്. വെക്ടർ സ്റ്റഡിയുടെ ഭാഗമായിട്ടൊക്കെ നമ്മൾ പലപ്പോഴും DVC യൂണിറ്റിൽ നിന്നും ഒക്കെ ഇന്ന റിപ്പോർട്ടുകൾ, ചില റിപ്പോർട്ടുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഏതൊക്കെയാണ് കാണാൻ പറ്റുക, അതിന്റെ പ്രജനന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, അതിന്റെ പ്രജനനത്തിന് എന്തെങ്കിലും സീസൺ പാറ്റേൺ ഉണ്ടോ, ഇതിന്റെ ഏതെങ്കിലും പ്രത്യേക സമയത്താണോ ഈ കൊതുകുകൾ കടിക്കുന്നത്, ഇതിനെ എന്തൊക്കെ തരത്തിൽ നമുക്ക് നിയന്ത്രിച്ചു കൊണ്ടുപോകാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇന്റഗ്രേറ്റഡ് വെക്ടർ മാനേജ്മെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് ശത്രുവിനെ നന്നായി മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് പ്രതിരോധം തീർക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നത് പോലെയാണ്. നമുക്ക് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് അതിനെ പറ്റിയിട്ടും കൂടെ ഷോർട്ടായിട്ടൊരു ഡിസ്ക്രിപ്ഷൻ പറഞ്ഞത്. ഇനി നമുക്ക് അതിന്റെ ഒരു പ്രാക്ടിക്കൽ ആസ്പെക്റ്റിലേക്ക്, സാധാരണഗതിയിൽ ഡെങ്കിപ്പനിയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പനി ഒരു കൂട്ടമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ പനി കൊണ്ടുള്ള മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയോ ചെയ്യുമ്പോഴാണ് നമ്മൾ കുറച്ചുകൂടെ ഇന്റൻസീവായിട്ട് നമുക്ക് ആക്ടിവിറ്റീസ് ചിലപ്പോൾ ചെയ്യേണ്ടി വരിക, ഊർജിതമായിട്ട് നമുക്ക് കൊതുക് നിയന്ത്രണ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടി വരുന്ന അത്തരം സന്ദർഭങ്ങളിലാണ്. എന്നാൽ ഇതോടൊപ്പം തന്നെ ഹൈ റിസ്ക് ടൈമിങ്സിൽ, അതായത് കൂടുതലും വെള്ളക്കെട്ട് കൂടുതൽ ഉണ്ടാകാൻ പറ്റുന്ന സമയം അല്ലെങ്കിൽ മഴക്കാല സമയത്തൊക്കെ നമ്മൾ കുറച്ച് ആക്റ്റീവായിട്ട് ഈ പറയുന്ന വെക്ടർ കൺട്രോൾ മെഷേഴ്സ് എടുക്കേണ്ടതുണ്ട്. അതിന്റെ എടുത്ത് പറയാൻ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ മുന്നിൽ നമുക്ക് മറ്റു ശത്രുക്കൾ നിൽക്കുന്നുണ്ട്. കോവിഡുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഹൈ റിസ്ക് ആയിട്ട് മുമ്പ് കുറച്ച് പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള PHCകളാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും പഞ്ചായത്തുകളിലൊക്കെ മുമ്പും പനി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലം അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ റബ്ബർ തോട്ടങ്ങൾ കൂടുതലുള്ളതോ പൈനാപ്പിൾ കൃഷിയൊക്കെ കൂടുതലുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ, അത്തരം സ്ഥലങ്ങളിൽ നമ്മൾ വെക്ടർ മാനേജ്മെന്റ്, വെക്ടർ കൺട്രോൾ മെഷേഴ്സ് കൃത്യമായി നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇനി നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ സാധാരണഗതിയിൽ കേരളത്തിൽ എവിടെയും നമ്മൾ സാധാരണ ചെയ്യാറുള്ള കാര്യം എന്ന് വെച്ചാൽ വീടിന്റെ പുറത്ത് ഫോഗിങ് നടത്തുക എന്നുള്ളതാണ്. ഇനി ഫോഗിങ് ഏത് രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ട് ഞാൻ പറയുന്നുണ്ട്, അടുത്ത സ്ലൈഡുകളിൽ ഞാനത് പറയാം. അതുപോലെ വീട്ടിനകത്ത് ഇൻഡോർ സ്പേസ് സ്പ്രേയിങ് ചെയ്യേണ്ടതുണ്ട്. ഇനി ഏതെങ്കിലും ഒരു ഫീവർ ഡെത്തോ അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സ്ഥലത്തിന്റെ ചുറ്റും ഏകദേശം ഒരു 1/2 കിലോമീറ്ററിന്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത്, ഈഡിസ് കൊതുകുകൾക്ക് സാധാരണഗതിയിൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഏരിയ. അതുകൊണ്ടാണ് ഒരു 1/2 കിലോമീറ്റർ ചുറ്റളവിൽ ഏകദേശം 50 വീടുകളോളം വരുന്ന പ്രദേശത്ത് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ആക്ടിവിറ്റി ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി ഓരോ അസുഖത്തിനും നമുക്ക് ചെയ്യേണ്ട അല്ലെങ്കിൽ ഏരിയ വൈസ് ചെയ്യേണ്ട വർക്ക് എന്ന് പറയുന്നത് ചെറിയ വ്യത്യാസം ഉണ്ടാകും. ഇനി ഊർജിതമായിട്ട് നമ്മൾ ഉറവിട നശീകരണ പ്രവർത്തനങ്ങളിലോട്ട് പോകുമ്പോൾ, നേരത്തെ പറഞ്ഞ അഡൽട്ട് മോസ്കിറ്റോയെ നമുക്ക്, അതായത് നമുക്ക് കൊതുക് കടി എന്ന് പറയുന്ന ലെവലിലുള്ള അഡൽട്ട് മോസ്കിറ്റോയെ നമുക്ക് കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അതിന്റെ ലാർവൽ സ്റ്റേജിൽ ഇരിക്കുന്ന മോസ്കിറ്റോയെ നമുക്ക്
നമുക്ക് ഇല്ലാതാക്കേണ്ടതുണ്ട്. അപ്പൊ അത് ഓരോന്നിനും ഓരോ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടി വരിക. കൂത്താടി നശീകരണത്തിനാണെങ്കിൽ നമുക്ക് ടെമിഫോസ് അല്ലെങ്കിൽ ഡൈഫ്ലൂ ബെൻസ്ട്രോൺ ഉപയോഗിച്ച് കൂത്താടി നശിപ്പിക്കാനാവും. അപ്പൊ അത്തരത്തിൽ കൂത്താടി ഉണ്ടോ എന്നുള്ള പരിശോധനകളും കൂടെ നടത്തണം. ഇടയ്ക്കിടയ്ക്ക് നടത്തുന്നത് വഴിയിട്ടാണ് നമുക്ക് അലർട്ട് സിസ്റ്റംസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഏതെങ്കിലും PHC ഏരിയയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് നമ്മുടെ റുട്ടീനായിട്ടുള്ള ഒരു വെക്ടർ സർവെയിലൻസ് നടത്തുന്നതിന്റെ ഭാഗമായി ചില ഇൻഡെക്സുകൾ കൂടി നിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് അഡൾട്ട് മൊസ്കിറ്റോയെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ അതിന്റെ ലാർവൽ സ്റ്റേജിലുള്ള കൂത്താടി നശീകരണത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഊർജിത ഉറവിട നശീകരണത്തിന്റെ ഭാഗമായിട്ട് വെള്ളത്തിൽ നമ്മൾ ടെമിഫോസ് ഉപയോഗിക്കാം. അതുപോലെ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലത്താണ് ഈ ഡൈഫ്ലോ ബെൻസ്ട്രോൺ ഉപയോഗിച്ചും നമുക്ക് കൂത്താടി നശീകരണം ചെയ്യാവുന്നതാണ്. ഇനി ഇപ്പൊ നമ്മുടെ PHCയിലോ CHCയിലോ ഒന്നും ഇതിന് വേണ്ട ഇൻസെക്ടിസൈഡോ ലാർവിസൈഡോ ഒന്നും ലഭ്യമല്ലെങ്കിൽ അത് നിങ്ങൾക്ക് കൺസേൺഡ് DVC യൂണിറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസിൽ നിന്നോ നിങ്ങൾക്ക് അത് ശേഖരിക്കാവുന്നതാണ്. അപ്പൊ അത് സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടന്നു പോവുകയാണെങ്കിൽ അതിനനുസരിച്ച് ജില്ലയ്ക്കും ഇത്തരം കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് ഇനി ഏതൊരു ഔട്ട്ബ്രേക്ക് വരുമ്പോഴും, ഒരു ഫീവർ ഔട്ട്ബ്രേക്കിനെ പറ്റിയിട്ടാണ് നമ്മൾ സ്പെസിഫിക്കലി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതൊരു ഔട്ട്ബ്രേക്ക് വരുമ്പോഴും ആ ഔട്ട്ബ്രേക്കുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആൾക്കാർക്ക് അത്തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അസുഖത്തിന്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫീൽഡ് ലെവൽ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടെ ഊർജിതപ്പെടുത്തേണ്ടി വരും. അപ്പോൾ ഫീവർ റിലേറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ഡെങ്കു ഔട്ട്ബ്രേക്ക് ഉണ്ടാവുമ്പോഴോ ചിക്കൻ ഗുനിയ ഔട്ട്ബ്രേക്ക് ഉണ്ടാവുമ്പോഴോ അത് ഏത് എക്സ്റ്റെന്റ് വരെ പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ സ്ഥലങ്ങൾ ബാധിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഫീവർ സർവേ നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ ഫീവർ സർവേ നടത്തുക എന്ന് പറയുമ്പോൾ എവിടെയൊക്കെയാണ്, ഏത് സ്ഥലത്താണോ അല്ലെങ്കിൽ ഏത് PHC ഏരിയയിലാണോ ഫീവർ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അവിടെ തന്നെ ഏത് വാർഡിലാണ് അത്തരത്തിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ആ വാർഡിന് ചുറ്റും ഉള്ള അടുത്തുള്ള പ്രദേശങ്ങളിലാണ് നമ്മൾ ഫീവർ സർവേ നടത്തേണ്ടത്, ആൾക്കാർക്ക് ബോധവൽക്കരണം നൽകേണ്ടത്. അത് വീട് തോറും കയറി ഇറങ്ങി സാധാരണഗതിയിൽ നമ്മൾ ചെയ്യാറുള്ളത് നമ്മുടെ ഫീൽഡ് വിഭാഗം ജീവനക്കാരാണ്. JHA JPH അതുപോലെ ആശാപ്രവർത്തകരാണ് നമ്മൾ സാധാരണ അത്തരത്തിലുള്ള ബോധവൽക്കരണവും ഒക്കെ നൽകാനായിട്ട് മുൻപന്തിയിൽ നിൽക്കാറുള്ളത്. ഇനി ഇത് കൂടാതെ തന്നെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ കൊതുക് കൂത്താടി സർവേ നടത്തി, ഫോളോ അപ്പ് സർവേ നടത്തി പ്രവർത്തനങ്ങളുടെ ഫലം വിലയിരുത്തൽ വളരെ പ്രധാനമാണ്. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ ഫീവർ വെക്ടർ സർവേ നടത്തി അവിടെ ഇൻഡെക്സുകൾ കൂടുതലാണെന്ന് കണ്ടു കഴിഞ്ഞാൽ, ഇൻഡെക്സുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ മുന്നോട്ട് വരുമ്പോൾ വിശദീകരിക്കാം. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അത് കൺട്രോൾ മെഷേഴ്സ് എടുത്തതിന് ശേഷം വീണ്ടും അടുത്ത ആഴ്ച നടത്തി ഇതിന്റെ ഒരു പ്രോഗ്രസ് വിലയിരുത്തേണ്ടത് വളരെ പ്രധാനമാണ്. കാരണം വെച്ചാൽ ചിലപ്പോൾ ഒരു തവണ നമ്മൾ പോയി അവിടെ കൺട്രോൾ മെഷേഴ്സ് ചെയ്തതിന് ശേഷം എല്ലാം കൺട്രോൾ ആയി എന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ചു പോന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാവില്ല. നമ്മൾ മിസ് ചെയ്ത് പോയ സ്ഥലങ്ങൾ ഉണ്ടാകാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി ഫോളോ അപ്പ് സർവേസും വളരെ അത്യാവശ്യമാണ്. സാധാരണഗതിയിൽ ഈ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം ഞാൻ മുൻപ് പറഞ്ഞ പോലെ ആ പ്രദേശത്തെ ഹെൽത്ത് ഇൻസ്പെക്ടറും പബ്ലിക് ഹെൽത്ത് നഴ്സും ആണ് നടത്തുന്നത്. അത് അവരുടെ സൂപ്പർവൈസേഴ്സ് ആയിട്ടുള്ള ബ്ലോക്ക് തലത്തിലെ ഹെൽത്ത് സൂപ്പർവൈസറും പബ്ലിക് ഹെൽത്ത് നഴ്സ് സൂപ്പർവൈസറും സാധാരണ ഉറപ്പുവരുത്തുന്നതുമാണ്. ഇനി പ്രതിവാര വെക്ടർ സർവേ ഫലം, അത് പ്രത്യേകിച്ച് റിസ്ക് കൂടിയ സ്ഥലങ്ങളാണെങ്കിൽ, ചില പ്രത്യേക സ്ഥലങ്ങളിൽ കാലാകാലങ്ങളായിട്ട് നമ്മളൊരു കഴിഞ്ഞ 3 കൊല്ലത്തെ ഡാറ്റ പരിശോധിച്ച് നോക്കുമ്പോൾ ചില PHC ഏരിയയിൽ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായിട്ട് നമ്മൾ കാണാറുണ്ട്. അത്തരം പ്രദേശങ്ങൾ നമ്മൾ കുറച്ചുകൂടെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ ഏതൊരു PHCയെ സംബന്ധിച്ചും ഏതൊരു ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചും ആരോഗ്യ പരിപാലനവുമായി ബന്ധപ്പെട്ട് കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടാകാം. അപ്പൊ ഈ പ്രശ്നങ്ങളെ നമ്മൾ കുറച്ചൊന്ന് പ്രയോറിറ്റൈസ് ചെയ്ത് ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യുമ്പോൾ ഇത്തരത്തിൽ ഔട്ട്ബ്രേക്ക് കഴിഞ്ഞ കൊല്ലം അല്ലെങ്കിൽ എല്ലാ കൊല്ലവും
മഴക്കാല സമയത്ത് ഔട്ട്ബ്രേക്ക് ഉണ്ടാവുന്ന ഒരു പ്രദേശമാണെങ്കിൽ അത്തരം പ്രദേശങ്ങളിൽ വളരെ റുട്ടീനായിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ കുറച്ചുകൂടെ ഊർജിതമായിട്ട് നമ്മൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ചെയ്യേണ്ടി വരും. ഇനി ഫീവർ സർവേ നടത്തുന്ന രീതി എന്ന് പറയുന്നത് ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്യപ്പെട്ട വീടുകളുടെ ഒരു 1/2 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ വീടുകളും സന്ദർശിച്ച് അവിടെ പനിയുള്ളവരെ കണ്ടുപിടിച്ച് ചികിത്സയ്ക്കായി എത്തിക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഇനി എല്ലാവരിലേക്കും ഇത് എത്തിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഇതോടൊപ്പം തന്നെ നമ്മൾ പേഴ്സണലി പോകുന്നതോടൊപ്പം അല്ലെങ്കിൽ ഫീവർ സർവേക്കായിട്ട് പോകുന്നതോടൊപ്പം തന്നെ എന്തൊക്കെ സംവിധാനം വഴി ഇപ്പോ എല്ലാ സ്ഥലങ്ങളിലും വാർഡ് സമിതികളുണ്ട്, വാർഡ് RRTകളുണ്ട്. അപ്പൊ ഇവരിലെ എല്ലാം വഴി പൊതുജനത്തിലേക്ക് നമ്മുടെ കമ്മ്യൂണിക്കേഷൻസ് എത്തിക്കാനായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കേണ്ടതും വളരെ പ്രധാനമാണ്. അപ്പൊ ഇതുവഴി ഇത്തരത്തിൽ ഇപ്പോൾ ഡെങ്കിപ്പനി ഒരു സ്ഥലത്ത് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന ഒരു സ്ഥലത്ത് സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ PHCയുമായി ബന്ധപ്പെടണമെന്നും അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരുമായി ബന്ധപ്പെടണമെന്ന കൃത്യമായ സന്ദേശം, അതോടൊപ്പം തന്നെ ഇത്തരം അവസരങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അനുവർത്തിക്കേണ്ടത് എന്നത് സംബന്ധിച്ചിട്ടുള്ള ഉപദേശങ്ങളും കൃത്യമായി കൊടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഇനി കൊതുക് നിരീക്ഷണ പ്രവർത്തനങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ കൊതുക് നിരീക്ഷണ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഓരോ GHM സാധാരണഗതിയിൽ ഇത് എല്ലാ സ്ഥലങ്ങളിലും ചെയ്തു പോരുന്ന ഒരു രീതി തന്നെയാണ്. എന്താണ് ചെയ്യേണ്ടത് എന്നത് സംബന്ധിച്ച വ്യക്തമായ നിർദ്ദേശങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും മുമ്പ് തന്നെ പോയിട്ടുള്ളതും അവർ ചെയ്തു വരുന്നതുമാണ്. ഏതൊരു GHCയും അവരവരുടെ ഫീൽഡ് ഏരിയയിൽ ഓരോ ആഴ്ചയും ഒരു 30 മുതൽ 50 വീടുകളിൽ കൂത്താടി സർവേ നടത്തി ഇൻഡെക്സുകൾ തിട്ടപ്പെടുത്തേണ്ടതാണ്. ഇൻഡെക്സുകൾ എന്ന് പറയുമ്പോൾ ഒന്ന് കണ്ടെയ്നർ ഇൻഡെക്സ്, സന്ദർശിക്കുന്ന വീടുകളിൽ എത്ര കണ്ടെയ്നറുകൾ കണ്ടെത്തിയെന്നും ആ കണ്ടെയ്നറുകളിൽ എത്ര സ്ഥലത്ത് കൂത്താടിയെ കണ്ടിട്ടുണ്ടത് എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ കണ്ടെയ്നർ ഇൻഡെക്സ് വെക്കുക. കണ്ടെയ്നർ ഇൻഡെക്സ് അതെങ്ങനെയാണ് കണക്കാക്കുന്നതെന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതായത് എത്ര ഉറവിടങ്ങൾ പരിശോധിച്ചു, ആ ഉറവിടത്തിൽ എത്ര എണ്ണത്തിൽ ഈഡിസ് കൊതുകിനെ കണ്ടെത്തിയിട്ടുണ്ട്, അതിന്റെ കൂത്താടിയെ കണ്ടെത്തിയിട്ടുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. അത് വെച്ചിട്ടാണ് കണ്ടെയ്നർ ഇൻഡെക്സ് പറയുക. അടുത്തത് ഹൗസ് ഇൻഡെക്സ് ആണ്. ഹൗസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് നമ്മൾ ആകെ എത്ര വീടുകൾ പരിശോധിച്ചു, ആ എത്ര പരിശോധിച്ച വീടുകളിൽ ഈഡിസ് കൊതുകിന്റെ കൂത്താടികളുള്ള ഉറവിടങ്ങൾ കണ്ടെത്തിയ വീടുകളുടെ എണ്ണം എത്രയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. എത്ര ഹൗസ് നമ്മൾ വിസിറ്റ് ചെയ്തു, ആ പോയ വീടുകളിൽ എത്ര സ്ഥലങ്ങളിൽ നമുക്ക് ബ്രീഡിംഗ് സൈറ്റ്സ് കണ്ടെത്തിയിട്ടുണ്ട്. ഹൗസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണഗതിയിൽ 1% താഴെയാണെങ്കിൽ ആ പ്രദേശത്ത് രോഗപകർച്ചയ്ക്കുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് നമുക്ക് വിലയിരുത്താവുന്നതാണ്. എന്നാൽ അത് 10 മുകളിലാണെങ്കിൽ, എബോവ് 10 ആണെങ്കിൽ ആ സ്ഥലത്ത് നമ്മളൊരു ഹൈ റിസ്ക് ഏരിയയായി കണക്കാക്കി അവിടെ PHC തലത്തിലും പ്ലാനിങ് കുറച്ചുകൂടെ ഊർജിതമായിട്ട് ചെയ്യണം. കാരണം അവിടെ ഒരു പ്രശ്നം ഭാവിയിൽ വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി മൂന്നാമതായി നിങ്ങളോട് പറയാനുള്ള ഇൻഡെക്സ് എന്ന് പറയുന്നത് ബ്രിട്ടോ ഇൻഡെക്സ് ആണ്. നമ്മൾ ആകെ പരിശോധിച്ച വീടുകളുടെ എണ്ണത്തെയും ഈഡിസ് കൊതുകിന്റെ കൂത്താടികളെ കണ്ടെത്തിയ ഉറവിടങ്ങളുടെ എണ്ണത്തെയും ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു സൂചകമാണിത്. ഇപ്പൊ നമ്മൾ 100 വീട് പരിശോധിക്കുമ്പോൾ എത്ര ഈഡിസ് കൊതുകിന്റെ ഉറവിടങ്ങൾ കണ്ടെത്തി എന്നതാണ് ഈ സൂചകം കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ബ്രിട്ടോ ഇൻഡെക്സ് എന്ന് പറയുന്നത് എത്ര വീടുകൾ, നമ്മളിപ്പോ ഒരു 100 വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ആ 100 വീട്ടിൽ നമുക്ക് 20 വീട്ടിലാണ് കൂത്താടിയെ കണ്ടെത്തിയിട്ടുള്ളതെങ്കിൽ നമ്മുടെ ബ്രിട്ടോ ഇൻഡെക്സ് എന്ന് പറയുന്നത് 20 ആയിരിക്കും. അത്തരത്തിലാണ് നമ്മൾ ബ്രിട്ടോ ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ബ്രിട്ടോ ഇൻഡെക്സ് എന്ന് പറയുന്നത് 5-ൽ താഴെയാണെങ്കിൽ, ഞാൻ നേരത്തെ ഹൗസ് ഇൻഡെക്സിന്റെ കട്ട് ഓഫ് പറഞ്ഞു, അതുപോലെ ബ്രിട്ടോ ഇൻഡെക്സ് 5-ൽ താഴെയാണെങ്കിൽ രോഗപകർച്ചയ്ക്കുള്ള സാധ്യത നമുക്ക് കുറവായി കണക്കാക്കാം. എന്നാൽ ഇത് 50 എബോവ് ആണെങ്കിൽ വളരെ റിസ്ക് കൂടിയ ഒരു സ്ഥലമാണെന്ന് പ്രയോറിറ്റൈസ് ചെയ്തിട്ട്, ഇപ്പോൾ നമ്മൾ ഒരു മെഡിക്കൽ ഓഫീസർ എന്ന രീതിയിൽ നമ്മൾ ഇത് പരിശോധിക്കുമ്പോൾ ഏതെങ്കിലും ഏരിയയിൽ ഇത്തരത്തിൽ എബോവ് 50 ബ്രിട്ടോ ഇൻഡെക്സ് കാണുകയാണെങ്കിൽ അത് വളരെ ഒരു ഹൈ റിസ്ക് ഏരിയ ആയി നമ്മൾ കണക്കാക്കി ഒരു പ്രത്യേക ശ്രദ്ധ അവിടെ കൊടുക്കേണ്ടത് വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ ഒരു മഴക്കാല
സാഹചര്യത്തിൽ. ഇനി ഈ പറയുന്ന ഇൻഡെക്സ് തന്നെ 5 to 50 ആണെങ്കിൽ രോഗവ്യാപന സാധ്യത ഒരു ഹയർ റിസ്കിലോട്ട് അല്ലെങ്കിൽ പോലും അത് അവിടെ ഉണ്ട് എന്നും അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തനങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലമാണ് എന്ന് മാർക്ക് ചെയ്യേണ്ട ഏരിയ ആണ്. ഇനി അവസാനമായിട്ട് നിങ്ങളോട് പറയാനുള്ള ഇൻഡെക്സ് എന്ന് പറയുന്നത് പ്യൂപ്പൽ ഇൻഡെക്സ് ആണ്. പ്യൂപ്പൽ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു പ്രദേശത്ത് 100 വീടുകൾ പരിശോധിക്കുമ്പോൾ എത്ര പ്യൂപ്പകളെ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സൂചകം. അപ്പൊ നമ്മളിപ്പോ ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെയാണ് എത്ര വീടുകൾ പോയി, ആ എത്ര വീടുകളിൽ നമുക്ക് പ്യൂപ്പ സർവേയിൽ കണ്ടെത്തിയ അതിന്റെ എണ്ണമാണ് പ്യൂപ്പൽ ഇൻഡെക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഒരു പ്രദേശത്തെ പരിശോധനയിൽ നമുക്ക് പ്യൂപ്പകളെ കണ്ടെത്തുകയാണെങ്കിൽ അതിനർത്ഥം അവിടെ നമുക്ക് കൊതുക് നിയന്ത്രണം കാര്യമായിട്ട് നടന്നിട്ടില്ല അല്ലെങ്കിൽ കാര്യക്ഷമമായിട്ട് നടക്കുന്നില്ല എന്നുള്ളതാണ്. പ്യൂപ്പൽ ഇൻഡെക്സ് കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് രോഗവ്യാപന സാധ്യത കൂടുതലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഞാൻ ഈ നേരത്തെ പറഞ്ഞ 3 ഇൻഡെക്സുകൾ, ഹൗസ് ഇൻഡെക്സ്, ബ്രിട്ടോ ഇൻഡെക്സ് അടിസ്ഥാനപ്പെടുത്തിയ ഹൈറിസ്ക് പ്രദേശങ്ങളിലും പ്യൂപ്പൽ ഇൻഡെക്സ് കാണുന്ന ഇടങ്ങളിലും ഉടനടി നമുക്ക് കൊതുക് നിയന്ത്രണ പ്രവർത്തനങ്ങൾ വീണ്ടും നടത്തി അതിനെ ലോ റിസ്ക് ആക്കി മാറ്റേണ്ടതാണ്. കാരണം ഇല്ലെങ്കിൽ ഫീവറിന്റെ ഒരു ക്ലസ്റ്ററിംഗ് തന്നെ നമുക്ക് അവിടെ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിലും ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണയുള്ളത് ഹെൽത്തിൽ നിന്ന് ആളുകൾ വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ പലപ്പോഴും അവരിങ്ങനെ ചില സ്ഥലങ്ങളിലെങ്കിലും നമ്മൾ കാണാറുണ്ട്. പക്ഷെ അത്തരത്തിൽ അങ്ങനെയല്ല, മറിച്ച് ഇത് നമ്മുടെ കൂടി ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അവരെ കൂടി ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുവരിക എന്നത് വളരെ പ്രധാനമാണ്. അപ്പൊ ഒരു കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ എങ്ങനെ ഉറപ്പാക്കാമെന്നും അവർക്ക് അത്തരത്തിലുള്ള ബോധവൽക്കരണങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടതും വളരെ പ്രധാനമാണ്. ഇനി രോഗസാധ്യത ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളാണെങ്കിൽ അവിടെ എല്ലാ ആഴ്ചയിലും നമ്മൾ ഈ പറഞ്ഞ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ തുടരേണ്ടതാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഡെക്സുകളുടെ ഒരു സമ്മറി പേജാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഹൗസ് ഇൻഡെക്സ് <1 ആണെങ്കിൽ ലോ റിസ്ക് ആണ്. മോഡറേറ്റ് എന്ന് പറയുന്നത് 1 to 10, 10 എബോവ് ആണെങ്കിൽ ഹൈ റിസ്ക് ആണ്. ബ്രിട്ടോ ഇൻഡെക്സ് ആണെങ്കിൽ <5 ആണെങ്കിൽ ലോ റിസ്ക് ആണ്. 5 to 50 ആണെങ്കിൽ മോഡറേറ്റ്, അതിന് മുകളിലാണെങ്കിൽ ഹൈ റിസ്ക് ആണ്. അപ്പൊ ഇത്തരത്തില് കെട്ടി നിൽക്കുന്ന വെള്ളത്തിലാണ് അല്ലെങ്കിൽ കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്നതെന്നും അപ്പൊ അത്തരം സ്ഥലങ്ങളാണ് ഒഴിവാക്കേണ്ടതെന്നും നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ അത്തരത്തിൽ സ്ഥലങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, വെള്ളക്കെട്ടുകൾ കണ്ടു കഴിഞ്ഞാൽ അത് മണ്ണിട്ട് നികത്തുകയോ മാലിന്യങ്ങൾ വലിച്ചെറിയാതെ കഴിവതും ഉറവിടത്തിൽ തന്നെ തരംതിരിച്ച് സംസ്കരിക്കുകയോ ചെയ്യുക എന്നതാണ് നമുക്ക് ഇതിനുള്ള ഒരു ശാശ്വത പരിഹാരം എന്ന് പറയുന്നത്. ആഴ്ചയിൽ ഒരിക്കൽ ഉറവിട നശീകരണം നടത്തുക എന്ന് പറയുന്നതാണ് നമ്മൾ ഡ്രൈ ഡേ എന്ന രീതിയിൽ ആചരിക്കുന്നത്. ഈഡിസ് കൊതുകുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ മാൻമെയ്ഡ് തിങ്സിലും അല്ലെങ്കിൽ ചെടികളുടെ പൊത്തുകളിലും ചിരട്ടകളിലും ഇലകളിലുമൊക്കെയാണ് ഈഡിസ് കൊതുകുകൾ മുട്ടയിട്ട് പെരുകാറുള്ളത്. അപ്പോൾ ഇവയെ കൃത്യമായി കളയുക അല്ലെങ്കിൽ ഈ ഉറവിടം കണ്ടെത്തി കൃത്യമായി നിർമ്മാർജ്ജനം ചെയ്യുക എന്നത് തന്നെയാണ് പ്രധാനം. അപ്പോ സാധാരണയായി നമ്മുടെ ശ്രദ്ധിക്കാത്ത അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ തന്നെ കൊതുകുകൾ ഉണ്ടാകുന്ന സ്ഥലങ്ങൾ വീടിനകത്ത് തന്നെ ഉണ്ട് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ അത് പ്രതീക്ഷിക്കാറില്ല അല്ലെങ്കിൽ ശ്രദ്ധിക്കാറില്ല. നമ്മൾ ഓരോരുത്തരും തന്നെ നമ്മുടെ വീടുകളിൽ തന്നെ ചിലപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കണ്ടെത്തിയേക്കാം. നമ്മൾ ഫ്രിഡ്ജിന് പുറകിലത്തെ ട്രേ, അതുപോലെ ചെടിച്ചട്ടികൾക്കടിയിലെ പാത്രം, അലങ്കാര ചെടി പാത്രം, വളർത്തുമൃഗങ്ങൾക്ക് തീറ്റ കൊടുക്കുന്ന പാത്രം, ഇതിലെല്ലാം തന്നെ വെള്ളം ആഴ്ചയിൽ ഒരിക്കൽ മാറ്റി ഞാൻ നേരത്തെ പറഞ്ഞ വശങ്ങൾ നന്നായി കഴുകി ഉണക്കി വയ്ക്കുക എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ കൊതുക് വളരുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് വളരെ പ്രധാനമാണ്. ഇനി ഞാൻ മുൻപ് സൂചിപ്പിച്ച പോലെ ചില പ്രദേശങ്ങളിൽ കുടിവെള്ളം ലഭിക്കുന്നതിന് ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് അവർ വെള്ളം ശേഖരിച്ചു വെക്കാറുണ്ട്. അതുപോലെ മഴവെള്ള സംഭരണികൾ ഉണ്ടാകാറുണ്ട്. അല്ലെങ്കിൽ വീടുകളുടെ സൺഷെയ്ഡുകളിൽ വെള്ളം കെട്ടി നിൽക്കാറുണ്ട്. ഇതൊന്നും നമ്മൾ സാധാരണഗതിയിൽ ശ്രദ്ധിക്കുന്ന സ്ഥലങ്ങളല്ല. ഇവിടെ എല്ലാം തന്നെ കൊതുകുകൾ ഉണ്ടോ എന്നും ശ്രദ്ധിക്കേണ്ടതും ഇത്തരത്തിൽ വെള്ളം കെട്ടി നിൽക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതും വളരെ പ്രധാനമാണ്. വെള്ളം നമ്മൾ ശേഖരിച്ചു വയ്ക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ ഒരു തരത്തിലും
കൊതുക് മുട്ടയിടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ അതെപ്പോഴും അടച്ചു സൂക്ഷിക്കണം. അതുപോലെ കൊതുക് കടക്കാത്ത വിധം വലയോ തുണിയോ കൊണ്ട് അത് മൂടി വെക്കേണ്ടതും വളരെ പ്രധാനമാണ്. സെപ്റ്റിക് ടാങ്കുകളുടെ പൈപ്പിന്റെ അറ്റമാണെങ്കിലും അത് നമ്മളൊന്ന് നെറ്റ് പോലെ ഇട്ട് അല്ലെങ്കിൽ ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കേണ്ടതും വീടും പരിസരവും ഇത്തരത്തിൽ വൃത്തിയായി സൂക്ഷിക്കേണ്ടതും എന്റെയും ആവശ്യകതയാണ് ഞാനും ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി കടലോര പ്രദേശങ്ങൾ അല്ലെങ്കിൽ തീരപ്രദേശത്തൊക്കെ ആണെങ്കിലും കയറ്റി വച്ചിരിക്കുന്ന ബോട്ടുകളിലും മത്സ്യ ഉത്പാദന കേന്ദ്രങ്ങളിലെ ടാങ്കുകളിലും ഒക്കെ കൊതുകുത്താടികൾ വളരാതെ വെള്ളം ഒഴുക്കി കളയണം. ഇനി ഒഴുക്കി കളയാനാവാത്ത വെള്ളക്കെട്ടുകളിലാണെങ്കിൽ നമുക്ക് മണ്ണെണ്ണ ഉപയോഗിക്കുകയും ചെയ്യാം. ഇനി എന്തൊക്കെ കെമിക്കൽസ് യൂസ് ചെയ്യാമെന്നുള്ളത് ഞാൻ പറയാം. ഇനി ജലദൗർലഭ്യമുള്ള പ്രദേശങ്ങളിൽ വെള്ളം ശേഖരിച്ച് വച്ചിരിക്കുന്ന പാത്രങ്ങളിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം? അത് കുത്താടികൾ ഒക്കെ ഉണ്ടോ എങ്കിൽ അത് അരിച്ചു മാറ്റി തിളപ്പിച്ച് വെള്ളം ഉപയോഗിക്കാനും കൂടെ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. പാത്രം അടച്ചുപയോഗിക്കുന്നതിനെ പറ്റിയിട്ട് നമ്മൾ മുൻപ് പറഞ്ഞതാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില സ്ഥലങ്ങൾ നമ്മുടെ ഓഫീസുകളും അല്ലെങ്കിൽ വീടുകളിൽ തന്നെയുള്ള ഗ്യാരേജുകളിൽ തന്നെ ഒക്കെ ടയറുകളിലും ഒക്കെ ഇത്തരത്തിൽ കൊതുകുകൾ മുട്ടയിട്ട് പെരുകാൻ സാഹചര്യമുള്ള സ്ഥലങ്ങളാണ്. അപ്പൊ അതും മുൻകൂട്ടി കണ്ടെത്തി അത് കൃത്യമായ ഇടവേളകളിൽ അതിൽ വെള്ളം കെട്ടി അല്ലെങ്കിൽ മഴ പെയ്ത് വെള്ളം കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് ഇത് വയ്ക്കാതിരിക്കുക എന്നതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഇപ്പോ കോവിഡുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് നമ്മുടെ മിക്ക സ്ഥാപനങ്ങളും അല്ലെങ്കിൽ സ്കൂളുകളും ഒക്കെ അടഞ്ഞു കിടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിലും എന്നാൽ ഇതിന് തൊട്ടടുത്ത് വീടുകളും ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഈ സ്ഥലങ്ങളിൽ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ ഒന്ന് നടത്തുന്നത് നല്ലതാണ്. അത് PHC തലത്തിലാണെങ്കിലും പഞ്ചായത്ത് തലത്തിലാണെങ്കിലും അത്തരം സ്ഥലങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ, നമ്മുടെ പൊതുജനാരോഗ്യ പ്രവർത്തകർ അത്തരം സ്ഥലമുണ്ട് എന്ന് മനസ്സിലാക്കി തരികയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളും പഞ്ചായത്തുമായി സഹകരിച്ച് നമ്മൾ എടുക്കേണ്ടതാണ്. ആവശ്യമാണെങ്കിൽ ഇപ്പൊ ഇത്തരം നമ്മൾ പലതവണ മുൻകൂട്ടി പറഞ്ഞിട്ടും നമുക്ക് ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ ഒരു വീടുകളിൽ നടക്കുന്നില്ലെങ്കിൽ നമുക്ക് പൊതുജനാരോഗ്യ നിയമപ്രകാരം നോട്ടീസ് നൽകുകയും നമുക്ക് തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യാവുന്നതാണ്. ഇനി നേരത്തെ സൂചിപ്പിച്ച ഡെങ്കിപ്പനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോടൊപ്പം തന്നെ മറ്റ് കൊതുക് നശീകരണ മാർഗങ്ങളെ പറ്റി ഇനി ഞാൻ പറയാം. അതായത് ഫോഗിങ് ഇൻഡോർ സ്പേസ് സ്പ്രേ എന്നതിനെ പറ്റിയിട്ടൊക്കെയാണ് ഇനി പറയാൻ പോകുന്നത്. മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ എന്നിവയിലെല്ലാം തന്നെ അന്തരീക്ഷത്തിലേക്ക് കീടനാശിനി പുകച്ച്, അതായത് നമ്മുടെ ഫോഗിങ് എന്ന് പറയുന്ന രീതി വഴിയിട്ടും നമുക്ക് അഡൽട്ട് മോസ്കിറ്റോയെ നമുക്ക് നശിപ്പിക്കാൻ സാധിക്കും. അതിന്റെ ഭാഗമായിട്ട് ഫോഗിങ് മെഷീനോടൊപ്പം തന്നെ വീട്ടിന്റെ ഉള്ളിലേക്ക് ഇൻഡോർ സ്പേസ് സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൈക്രോ ഡിസ്ചാർജ് മെഷീൻ യൂസ് ചെയ്യുന്നത്. മൈക്രോ ഡിസ്ചാർജ് മെഷീൻ യൂസ് ചെയ്തിട്ട് അന്തരീക്ഷത്തിലേക്ക് കീടനാശിനി തളിക്കുകയോ അല്ലെങ്കിൽ പുകയ്ക്കുകയോ ചെയ്ത് നമുക്ക് കൊതുകുകളെ നശിപ്പിക്കാം. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പല സ്ഥലങ്ങളിലും നമ്മൾ ഫോഗിങ് നടത്തുമ്പോൾ വരുന്ന ഒരു വീഴ്ച എന്ന് പറയുന്നത്, ഫോഗിങ് ഒരു വശത്തൂടെ മാത്രം നമ്മൾ റോഡിന്റെ ഒരു വശത്ത് മാത്രം ഫോഗ് ചെയ്തുകൊണ്ട് പോയതുകൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. മറിച്ച് ഇവിടെ നിന്ന് നമ്മൾ പുകയടിക്കുമ്പോൾ ഇവിടെ നിന്നുള്ള കൊതുക് പറന്ന് അടുത്ത വാർഡിലേക്ക് പോയി അവിടെ ചിലപ്പോൾ പനി കൂടുതൽ ഉണ്ടാക്കിയിരിക്കാം എന്നുള്ളതല്ലാതെ അങ്ങനെയല്ല ഫോഗിങ് ശാസ്ത്രീയമായി നടത്തേണ്ടത്. ഫോഗിങ് നടത്തേണ്ട പ്രദേശം നമ്മൾ ഒരു ഹൈ റിസ്ക് പ്രദേശമോ അല്ലെങ്കിൽ കേസുകൾ കൂടുതൽ കണ്ടെത്തിയിട്ടുള്ള പ്രദേശമോ ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ 2 ഫോഗിങ് മെഷീൻ ഉപയോഗിക്കണം. 2 ഫോഗിങ് മെഷീൻ ഉപയോഗിക്കണം എന്ന് പറയുമ്പോൾ അത് രണ്ടും 2 സൈഡിൽ നിന്ന് ചെയ്ത്, അതായത് ഒപ്പോസിങ് സൈഡിൽ നിന്ന് ചെയ്ത് വേണം അതിനെ ഒരു ഫോഗിങ് സർക്കിൾ ഉണ്ടാക്കേണ്ടത്. വീടിന്റെ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്യപ്പെട്ട വീടിന്റെ ഒരു 1/2 കിലോമീറ്റർ ചുറ്റളവ് പരിധിയിൽ നിന്ന് ഫോഗിങ് ആരംഭിച്ച് ഉള്ളിലേക്ക് സഞ്ചരിച്ചാണ് ഫോഗിങ് നടത്തേണ്ടത്. ഇനി നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ കയ്യിൽ പിടിച്ചുകൊണ്ട് പോകുന്നതല്ലാതെയും
വാഹനത്തിൽ വെച്ചുകൊണ്ടും വെഹിക്കിൾ മൗണ്ടഡ് ആയിട്ട് നമ്മൾ ഫോഗിങ് നടത്താറുണ്ട്. അപ്പോൾ അങ്ങനെ നടത്തുന്നതിന് മുമ്പ്, വെഹിക്കിൾ മൗണ്ടഡ് ആയിട്ട് ഫോഗിങ് നടത്തുന്നതിന് മുമ്പ് എവിടെയൊക്കെയാണ് ചെയ്യേണ്ടത്, അതിനെ പറ്റിയിട്ട് നന്നായിട്ടൊരു മാപ്പ് ഉണ്ടാക്കി പ്ലാൻ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. നമ്മൾ വെറുതെ വണ്ടി എടുത്തുകൊണ്ട് വെറുതെ ഒന്ന് കറങ്ങിയിട്ട് വന്നിട്ട് ഉദ്ദേശിച്ചൊരു ഫലം ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. വ്യക്തമായിട്ട് നമുക്കൊരു ധാരണ ഉണ്ടാക്കി ഏതൊക്കെ റൂട്ട് വഴിയെ പോയാലാണ് നമുക്കിത് ഇത്തരത്തിലൊരു ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ഫോഗിങ്ങിന്റെ എഫക്റ്റ് കൊണ്ടുവരാൻ പറ്റുക എന്ന് നമ്മൾ നോക്കണം. ഫോഗ് ചെയ്യുന്ന സമയങ്ങളിൽ സാധാരണ ഒരു എന്താ പറയാ, ആൾക്കാർ ചെയ്യുന്നത്, ആൾക്കാർ വീട് എല്ലാം അടച്ചിട്ട് വെക്കുകയാണ് ചെയ്യുക. അങ്ങനെ അടച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ കൊതുക് അതിനിടയിൽ കൊതുകിന് ഒളിച്ചിരിക്കാനും അല്ലെങ്കിൽ അതിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനും അതിന് നന്നായി നോക്കാൻ പറ്റും. അപ്പൊ വാതിലുകളും ജനലുകളും ഒക്കെ തുറന്ന് സഹകരിക്കാൻ അവിടെയുള്ള ആൾക്കാരെ നമുക്ക് നന്നായിട്ടൊന്ന് പ്രേരിപ്പിക്കേണ്ടതായിട്ട് വരും. ഇനി വാഹനം പോകുമ്പോൾ തന്നെ വാഹനത്തിന്റെ വേഗതയ്ക്ക് പ്രത്യേകതയുണ്ട്. കാരണം ഇതിനെല്ലാത്തിനും ഒരു ശാസ്ത്രമുണ്ടല്ലോ. നമ്മൾ അതിനെ പിൻബലത്തിലാണ് ഇത്തരത്തിൽ ഉപദേശങ്ങളെല്ലാം കൊടുക്കുന്നത്. വാഹനം ഏകദേശം ഒരു 10 മൈൽസ്, അതാണ് അതിന്റെ നമ്മുടെ ഗൈഡ് ലൈൻസിൽ നമുക്ക് പറയുന്നത്. 10 മൈൽസ് അല്ലെങ്കിൽ ഒരു 15-16 km/h എന്ന സ്പീഡിലായിരിക്കണം. ഇനി വളരെയധികം കാറ്റുള്ള സ്ഥലമോ അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറച്ച് കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളോ ഉള്ള സമയത്ത് കീടനാശിനി ഉപയോഗിക്കരുത്. അതിരാവിലെയോ അല്ലെങ്കിൽ ഉച്ചതിരിഞ്ഞോ ആണ് കീടനാശിനി ഉപയോഗിക്കുന്നതിന് ഏറ്റവും നല്ല സമയമായി നമുക്ക് ഉപയോഗിക്കാവുന്നത്. ഇനി ഇതോടൊപ്പം തന്നെ നമുക്ക് ഫോഗിങ്ങിനോടൊപ്പം തന്നെ ചെയ്യാൻ പറ്റുന്നത് പൈറിത്രം അല്ലെങ്കിൽ മാലത്തിയോൺ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ അതൊക്കെ അടിയന്തര ഘട്ടങ്ങളിൽ മാത്രം ചെയ്യേണ്ട പ്രവർത്തനങ്ങളാണ്. സാധാരണ രീതിയിൽ നമുക്ക് അങ്ങനെ നമ്മൾ ഉപയോഗിക്കാറില്ല. ഇനി എന്തൊക്കെയാണ് ഇപ്പൊ ഇൻഡോർ സ്പേസ് സ്പ്രേക്ക് പൈറിത്രം യൂസ് ചെയ്യുമ്പോൾ, പൈറിത്രം 2% ഫോർമുലേഷനിലാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതിനെ മണ്ണെണ്ണയുമായി മിക്സ് ചെയ്തിട്ട് ഒരു 1:19 എന്ന അനുപാതത്തിൽ മണ്ണെണ്ണയുമായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമുക്കത് യൂസ് ചെയ്യാൻ. മൈക്രോ ഡിസ്ചാർജ് മെഷീൻ യൂസ് ചെയ്ത് വീടിന് ഉള്ളിലാണ് നമ്മൾ ഇൻഡോർ സ്പേസ് സ്പ്രേ ചെയ്യുന്നത്. ഇനി ഫോഗിങ് ആണെങ്കിൽ മാലത്തിയോൺ, നമ്മൾ ടെക്നിക്കൽ ഗ്രേഡ് മാലത്തിയോൺ 92% മാലത്തിയോൺ യൂസ് ചെയ്യുമ്പോൾ അതും നേരത്തെ പറഞ്ഞ പോലെ 1:19 എന്ന അനുപാതത്തിലാണ്. അത് ഡീസലിൽ മിക്സ് ചെയ്ത് വേണം ഫോഗിങ് മെഷീനിൽ ഉപയോഗിക്കേണ്ടത്. ഇനി ഫോഗിങ് മെഷീൻ യൂസ് ചെയ്യുമ്പോഴും അതിന്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ അത് കൃത്യമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണോ എന്നുകൂടി വിലയിരുത്തിയിട്ട് വേണം ഉപയോഗിക്കേണ്ടത്. അപ്പൊ അതിന് നിങ്ങൾക്കൊരു റെഫറൻസ് ഡോക്യുമെന്റ് ഞാൻ ഇതിന്റെ അവസാനം പറഞ്ഞുതരാം. അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ആയിട്ടും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് വിശദമായി പറയുന്ന ഒരു ഗൈഡ് ലൈൻ നാഷണൽ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാമിന്റെ ഭാഗമായി ഉണ്ട്, ഇന്റഗ്രേറ്റഡ് വെക്ടർ മാനേജ്മെന്റിനായിട്ട്. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കാരണം നമുക്ക് ഒരു ക്ലാസ്സിൽ പറഞ്ഞു പോകുന്നതിന് ചില പരിധികൾ ഉള്ളതുകൊണ്ടാണ് അത്തരം വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കാത്തത്. ഇനി ടെമിഫോസ് ആണെങ്കിൽ, ടെമിഫോസ് നമുക്ക് ഏത് ജലശേഖരത്തിൽ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. 50% EC. അതിന്റെ ഒരു സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് 10 ലിറ്റർ വെള്ളത്തിൽ, 10 ലിറ്റർ വെള്ളത്തിൽ 2.5 cc എന്നുള്ള രീതിയിൽ ഹാൻഡ് കംപ്രഷൻ സ്പ്രേയേഴ്സ് വെച്ചിട്ടാണ് ടെമിഫോസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതും ആയിരിക്കും, പല സ്ഥലങ്ങളിലും ഉപയോഗത്തിൽ വരുന്ന ഒരു കാര്യവുമാണ്. ഇനി ഡൈഫ്ലൂ ബെൻസറോൺ ആണെങ്കിൽ അത് 25% ആണ് അതിന്റെ ഫോർമുലേഷൻ. 20 ഗ്രാം 10 ലിറ്റർ വെള്ളത്തിൽ എന്ന രീതിയിലാണ്. അത് ശുദ്ധജലത്തിലാണെങ്കിലും മലിനജലത്തിലാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഹാൻഡ് കംപ്രഷൻ സ്പ്രേയർ വെച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ബാസിലസ് തുറിഞ്ചിയൻസിസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു മെക്കാനിസവും നമുക്കുണ്ട്, അവൈലബിൾ ആയിട്ടാണ് ഉള്ളതാണത്. ചില സ്ഥലങ്ങളിൽ മാത്രമേ അത് അവൈലബിൾ ഉള്ളൂ, പക്ഷെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അത് 110 ലിറ്റർ വെള്ളത്തിൽ 250 ഗ്രാം എന്ന രീതിയിലാണ് അത് യൂസ് ചെയ്യേണ്ടത്. അത് രണ്ടും ശുദ്ധജലത്തിലും മലിനജലത്തിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു പോയ ഒരു കാര്യമാണ് ടെമിഫോസ് 1% സാൻഡ് ഗ്രാന്യൂൾസ് എന്നുള്ള രീതിയിലും നമുക്ക് യൂസ് ചെയ്യാം. അതിന്റെ സ്പെസിഫിക്കേഷൻസ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇതുപോലെ ബാസിലസ് തുറിഞ്ചിയൻസിസ് എന്ന് പറയുന്ന മാർഗവും നമുക്ക് അനുവർത്തിക്കാവുന്നതാണ്.
ഇപ്പൊ പറഞ്ഞ കെമിക്കൽ കൺട്രോൾ മെഷേഴ്സ്, ബയോളജിക്കൽ കൺട്രോൾ മെഷേഴ്സ്, ബയോളജി ഞാൻ പറഞ്ഞിട്ടില്ല, കെമിക്കൽ കൺട്രോൾ മെഷേഴ്സിനോടൊപ്പം തന്നെ വ്യക്തി സുരക്ഷാ മാർഗങ്ങൾ ഉപയോഗിക്കേണ്ടതും വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് ഒരു ഏരിയയിൽ ഡെങ്കിപ്പനിയൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തായാലും ചുറ്റുപാടും ഡെങ്കിപ്പനിയുള്ള കൊതുകുകൾ ഉണ്ടാകാം. അപ്പൊ അതിന്റെ കടിയേക്കാതിരിക്കാനുള്ള എല്ലാ വിധ മാർഗങ്ങളും നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതിലാണ് കിടക്കുമ്പോൾ കൊതുക് വല ഉപയോഗിച്ചിട്ട് കിടക്കുന്നതും. ഇപ്പൊ പകൽ സമയത്താണ് ഇപ്പൊ ഈഡിസ് കൊതുകിന്റെ കാര്യം നിങ്ങൾക്ക് അറിയാം, പകൽ സമയത്താണ് കടിക്കാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി പണി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരത്തിൽ പുൽത്തൈലം, വേപ്പെണ്ണ എന്നിങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തേക്കുന്നതും നമുക്ക് ഒരു ഇൻസെക്ട് റിപ്പലന്റ് ആയിട്ട് അത് പ്രവർത്തിക്കാറുണ്ട്. അതുപോലെ കർട്ടനോ അല്ലെങ്കിൽ വലയോ ഒക്കെ ഉപയോഗിക്കുമ്പോൾ അത് കീടനാശിനിയിൽ മുക്കിയിട്ടുള്ള പൈറിത്രോയിഡ്സ് മുക്കിയിട്ടുള്ള കർട്ടൻസ് യൂസ് ചെയ്യുന്നതും ഉപകാരപ്രദമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് ചുറ്റുപാടും ഇത്തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പാണെങ്കിൽ കുറച്ച് ചിലവ് അല്ലെങ്കിൽ കുറച്ച് പൈസ വീടുകളിൽ കൊതുക് കടക്കാതെ വല ഘടിപ്പിക്കുന്നതിന് വേണ്ടി ചെലവഴിക്കുന്നത് യാതൊരു തെറ്റുമില്ല. അത് ആൾക്കാർക്ക് അത്തരത്തിലുള്ള ബോധവൽക്കരണം കൊടുത്ത് അത് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ആരോഗ്യ പ്രവർത്തകൻ എന്ന രീതിയിൽ നമ്മൾ ഓരോരുത്തരുടെയും ചുമതല എന്ന് പറയുന്നത്. അത്തരത്തിലൊരു ബോധവൽക്കരണം ഉണ്ടായി കൊടുക്കുക എന്നതാണ് പ്രധാനം. ഇനി ഈ പറഞ്ഞ മാർഗങ്ങൾ കൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബയോളജിക്കൽ കൺട്രോൾ മാർഗങ്ങളുണ്ട്. അതിലാണ് മീനുകൾ വളർത്തുക എന്നത്. ലാർവിവോറസ് ഫിഷുകളായ ഗംബൂസിയ ഒക്കെ നമുക്ക് വളർത്താം. ഇനി 2 ഇനം ബാക്ടീരിയകൾ, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ബാസിലസ് തുറിഞ്ചിയൻസിസ് അതുപോലെ ബാസിലസ് സ്പെറിക്കസ് എന്ന് പറയുന്ന 2ഉം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഈഡിസ് ഈജിപ്തിക്കെതിരെയാണെങ്കിലും ക്യൂലെക്സ് കിൻകിഫേഷ്യേറ്റസിനെതിരെയാണെങ്കിലും വളരെ ഫലപ്രദമായിട്ടുള്ള കൺട്രോൾ മെക്കാനിസംസ് ആണ്. ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഡോർ സ്പ്രേ ചെയ്യേണ്ട ഫോർമുലേഷൻസിന്റെ ഡോസേജും ഒക്കെയാണ്. ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ ഡോക്യുമെന്റിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കൂടുതൽ കാര്യങ്ങൾ അത് വായിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ ഉപയോഗിക്കാവുന്ന ഒരു വളരെ വിശദമായി ഇന്റഗ്രേറ്റഡ് വെക്ടർ മാനേജ്മെന്റിനെ പറ്റി പറഞ്ഞിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഡോക്യുമെന്റ്, മാനുവൽ ഓൺ ഇന്റഗ്രേറ്റഡ് വെക്ടർ മാനേജ്മെന്റ് ഇന്ത്യ എന്ന നാഷണൽ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാമിന്റെ നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ തന്നെ ഡോക്യുമെന്റ് ആണ്. വളരെ വിശദമായി ഈ പറഞ്ഞ കാര്യങ്ങളെ പറ്റി പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകമാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് നമ്മുടെ ഇങ്ങനെ തന്നെ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. നമ്മുടെ അറിവിലുള്ള എന്തെങ്കിലും ന്യൂനതകൾ കാരണം നമ്മുടെ പൊതുജനാരോഗ്യ പ്രവർത്തനത്തിൽ ഒരു വീഴ്ചയും സംഭവിച്ചുകൂടാ എന്ന ഒരു ദൃഢനിശ്ചയത്തോടു കൂടി നമ്മുടെ അറിവ് കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള മാർഗങ്ങളും സ്വീകരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു സെഷൻ അവസാനിപ്പിക്കുന്നു.